നമ്മളിതാ ചേമ്പ് വെച്ചിട്ട് ഒരു അടിപൊളിയായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. ചിക്കൻ കറി വെച്ചിട്ടും ചേമ്പും കൂടി കൊണ്ടുവന്നു. എല്ലാ പ്രാവശ്യം കപ്പയാണ് കൊണ്ടുവരിക. അന്നേരം ഇത് വെറൈറ്റിക്ക് ചേമ്പ് കൊണ്ടുവന്നു കേട്ടോ. അന്നേരം ചേമ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ലാസ്റ്റ് അങ്ങനെ ഒന്നും കഴിക്കാത്ത മനുഷ്യരായിരുന്നു. ഇപ്പം എല്ലാം കഴിച്ചു കേട്ടോ. ആദ്യമൊന്നും കഴിച്ചിട്ടില്ല. കപ്പ കഴിച്ചില്ല, ചേമ്പ് കഴിച്ചില്ല, ചക്ക കഴിച്ചില്ല. ഇപ്പം എല്ലാം കഴിക്കാൻ തുടങ്ങിയ അങ്ങനെ നമ്മളിതാ ചേമ്പൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തോളൊക്കെ കളഞ്ഞിട്ട് ചെവിയെടുക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. ലേശം ഉണ്ടാക്കുന്നുള്ളൂ. എല്ലാവർക്കും എങ്ങനെ കഴിക്കുന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് കുറേ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതങ്ങനെ ബാക്കിയാവും. അതുകൊണ്ട് നമ്മളിതാ വെറൈറ്റി കേട്ടോ. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അങ്ങനെ ചേമ്പൊക്കെ നന്നായി ക്ലീനായി വന്നിട്ടുണ്ട്. ഇതിനെ അങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി കഴുകിയിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി ഒന്ന് വേവിച്ചെടുക്കണം. ചേമ്പാകുമ്പോൾ പെട്ടെന്ന് ചിരണ്ടി കഴിഞ്ഞാൽ വേഗം കിട്ടും. അധികം പ്രശ്നമൊന്നും ചെയ്യണ്ടല്ലോ അല്ലേ. എനിക്കിൻ്റെ മോൾ ഭാഗമാണ് കേട്ടോ ഇഷ്ടം കഴിക്കാൻ. എന്നിട്ട് പുഴുങ്ങിക്കഴിഞ്ഞാൽ വെറുതെ കഴിക്കാനും ചേമ്പ് ഭയങ്കര ടേസ്റ്റാണ് അല്ലേ. നമ്മളൊരു ചമ്മന്തിയും വെച്ച് കഴിക്കണമെങ്കിൽ മുളക് ചമ്മന്തിയും കൂടി കുറച്ച് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്കെല്ലാം കഴുകിയെടുത്തേക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. ഒരു ഫുള്ള് കളയുന്നുണ്ട്. പിന്നെ നമുക്ക് പൊളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫുള്ള് പീസാക്കി കഴുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് പീസാക്കി എടുക്കുന്നുണ്ട്. എന്താണ് നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് ചെയ്യുമ്പോൾ ചെറിയ വേവ് മതി. പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ നമ്മളെല്ലാം മുറിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അങ്ങനെ നമ്മൾ ചേമ്പ് ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ലേശം ഉപ്പ് മഞ്ഞൾപ്പൊടിയിട്ട് ഒന്ന് പെട്ടെന്ന് വേവിച്ചെടുക്കുക. ഇത്രയേ ഉള്ളു പരിപാടി കേട്ടോ. ഒന്ന് നീങ്ങി കിടക്കണം കേട്ടോ. എന്താ ചെയ്യുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇളക്കി കൊടുക്കുന്നത്. നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. തേങ്ങ വേണ്ടി മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കാം. തേങ്ങ ചിരഞ്ഞെടുക്കുന്നുണ്ട്. തേങ്ങ ചെറിയ എന്താ ചെറിയ പച്ചമുളക്, നല്ല ജീരകം, അങ്ങനെ ലേശം ഉപ്പ് മതിയാ. ലേശം മഞ്ഞൾപ്പൊടി എല്ലാം കൂടി നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ആപ്പിൾ മതിയാ. അതുകൊണ്ട് ചെറുതായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആപ്പിൾ മതിയാ. ചോക്ലേറ്റ് ഇല്ല കഴിഞ്ഞ് നോക്കി നോക്കണ്ട. ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഉണ്ട്, ക്രീം ബിസ്ക്കറ്റ്. ചിലവർക്ക് തേങ്ങ കുറച്ച് വേണം, ചിലവർക്ക് തേങ്ങ കൂടുതൽ വേണം. നമ്മുടെ ഇഷ്ടാനുസരണം നമ്മൾ ചേർത്ത് നന്നായി തേങ്ങ വന്നിട്ടുണ്ട്. നമുക്ക് അടുപ്പിൽ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് പിന്നെ ഒന്ന് അരച്ചെടുക്കാം. ചെറുള്ളി രണ്ടെണ്ണമാണ് വെക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള ഇത്ര വെക്കാം കേട്ടോ. ചെറുള്ളി ആകുമ്പോൾ പിന്നെ ടേസ്റ്റ് കൂടുതലാണ്. എരിവിന് ആവശ്യത്തിനായ പച്ചമുളക് വേണമെങ്കിൽ ഒരല്ലി വെളുത്തുള്ളിയും കൂടി വെക്കാം കേട്ടോ. നമ്മൾ വെളുത്തുള്ളി വെക്കുന്നില്ല. ഇത് മാത്രമാണ് കേട്ടോ വരുന്നത്. വേണമെങ്കിൽ വയ്ക്കാം. നമ്മൾ ചെറിയുള്ളിലേക്ക് മുറിച്ചെടുക്കുന്ന ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, 2
പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് എരിവിന് ആവശ്യാനുസരണം കൂട്ടാട്ടോ. നല്ല ജീരകമാണ്, വലിയ ജീരകമല്ല. എല്ലാം നമുക്കൊന്ന് പേസ്റ്റ് അരച്ചെടുത്തിട്ട് വരാം. നമുക്കൊരു പാൻ വെച്ച് പാനിലൊന്ന് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഈ അരപ്പൊന്ന് ചേർത്തെടുക്കുക. എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി അരപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് കറിവേപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ച ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ എണ്ണയിലൊക്കെ ഇടുമ്പോൾ ഉപ്പ് നമുക്ക് കുറഞ്ഞു കിട്ടും. നല്ല ലേശം ഉപ്പിട്ടിട്ട് നമ്മൾ മസാലയൊക്കെ തിളച്ച് വരുമ്പോൾ നമുക്ക് ചേമ്പയിലിട്ടിട്ട് നമ്മൾ അരച്ചെടുക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. ചിക്കൻ കറിയും കൂടെ തിന്നാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വെറുതെ തിന്നാനും ടേസ്റ്റാണ്. 4 മണിക്കൊക്കെ ചായൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാനും ടേസ്റ്റാണ്. നമുക്ക് മസാലയൊക്കെ ആയിട്ടുണ്ട്. നമ്മളങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ ബൈ. അടുത്തൊരു വീഡിയോയുമായി വരാം.